എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് വർക്കാവണത്, എങ്ങനെ നമ്മൾക്കത് പ്രയോജനപ്പെടുന്നത് എന്നൊക്കെ അറിയണ്ടേ. നമ്മുടെ ലൈഫിൽ 4 തലങ്ങളുണ്ട്. അതായത് ഹെൽത്ത്, റിലേഷൻഷിപ്പ്, മണി, അതുപോലെ തന്നെ കരിയർ, അല്ലേ? ഇങ്ങനെ 4 തലങ്ങളുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് എന്ത് ഉണ്ടാവണം, നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം, എല്ലാം നമുക്ക് ഓക്കെ ആവണം, അല്ലേ? റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് ഫാമിലിയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ ജോലി സ്ഥലത്ത് അവിടെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. അതുപോലെ നമുക്ക് ധാരാളം മണി വേണം, അല്ലേ? പണം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അത് വേണം. അതുപോലെ തന്നെ ഹെൽത്ത്, നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റൂ, അല്ലേ? അങ്ങനെ ഈ 4 കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ഉണ്ടാവും, പകുതി നമുക്ക് സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവും. ഇതെല്ലാം എങ്ങനെ ഉണ്ടാവുക? ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രപഞ്ചശക്തിയുടെ കാര്യങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വെറുതെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കിതൊക്കെ നേടാൻ പറ്റുമോ? നേടാൻ പറ്റില്ല, അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഹാർഡ് വർക്ക് ആണോ ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്ക് ചെയ്യണോ, അല്ലേ? എങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്യണേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ഉണരുകയും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയും നമ്മുടെ ചിന്തകളെ മാറ്റി മറിക്കുകയും ഒക്കെ വേണം, അല്ലേ? ഒരുപാട് ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. 60,000 മുതൽ 80,000 ചിന്തകൾ വരെയാണ് ഒരു ദിവസം തന്നെ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്. കാരണം നമ്മൾ സംസാരിക്കുന്നില്ല മറ്റുള്ളവരുടെ, ഈ വെറുതെ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ ഭയങ്കര ചിന്തകളാണ്. എന്തെല്ലാമാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് നമുക്ക് തന്നെ അറിഞ്ഞൂടാ, അല്ലേ? അപ്പോൾ നമ്മുടെ ചിന്തകളെ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി കൊടുക്കുക. നമ്മുടെ ചിന്തകളെ എല്ലാം നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഉദാഹരണത്തിന് ഒരു വീട് വേണം, വെറുതെ നമ്മൾ ആഗ്രഹിച്ചു, നമുക്കത് കിട്ടുമില്ല, അല്ലേ? അത് എങ്ങനത്തെ വീടായിരിക്കണം, എത്ര സെൻറ്റിലാണ് ആ വീട് വേണ്ടത്, എത്ര മുറികളാണ് ആ വീടിനുണ്ടായത് നമുക്ക് വേണ്ടത്, എത്ര വാതിൽ വേണം, എത്ര ജനൽ വേണം, അങ്ങനെ ഒരു ക്ലാരിറ്റി കറക്റ്റായിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ ഒരു വാഹനമാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ക്ലാരിറ്റി വേണം. എന്ത് കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയും നമുക്ക് ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ സത്യസന്ധരായിരിക്കണം, അത് നിർബന്ധമാണ്. നമുക്ക് പ്രപഞ്ച ശക്തിയുടെ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, സത്യസന്ധമായിട്ട് ജീവിക്കണം. എപ്പോഴും കളവും പറഞ്ഞ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് എങ്ങനെയൊക്കെ നമുക്കൊന്നും നേടാൻ കഴിയില്ല.